സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇനിയുള്ള ദിവസങ്ങളിൽ സക്സസ് ഫയലിൽ ഇനി വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളായ CPO, WCPO, സെയിൽസ് അസിസ്റ്റന്റ് മുതലായ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇന്നത്തേത് പതിവ് പോലെ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാഗൺ ട്രാജഡി ഏത് കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മലബാർ കലാപം. ഹാരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഹാരോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. മൈക്കോളജി എന്നത് ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ്. ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായി അറിയപ്പെടുന്ന കലാരൂപം. ആസാമിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപമായിട്ട് അറിയപ്പെടുന്ന കലാരൂപം സാത്രിയയാണ്. സാത്രിയ. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് 1924 1924 ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എവിടെയാണ് എന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? ആലുവയിലാണ്. ദണ്ടിൻ്റെ ആകൃതിയിലുള്ള ബാക്ടീരിയ. ദണ്ടിൻ്റെ ആകൃതിയിലുള്ള ബാക്ടീരിയയാണ് ബാസിലസ് ബാക്ടീരിയകൾ. ബാസിലസ് ബാക്ടീരിയകൾ എന്തിൻ്റെ ആകൃതിയിലാണ്? ദണ്ടിൻ്റെ ആകൃതിയിലുള്ള ബാക്ടീരിയയാണ് ബാസിലസ് ബാക്ടീരിയകൾ. പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം, തരിശുഭൂമിയിലെ സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്ന കാർഷിക വിള ഏതാണ്? പാഴ്ഭൂമിയിലെ കൽപ്പവൃക്ഷം, തരിശുഭൂമിയിലെ സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്ന കാർഷിക വിളയാണ് കശുമാവ്. 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? 2020 ജൂലൈ 3 കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ല. എത്രാമത്തേതാണ്? 18ാമത്. അടുത്ത ചോദ്യം, മൈ ഇയേഴ്സ് വിത്ത് ഇന്ദിരാഗാന്ധി എന്ന പുസ്തകം രചിച്ചത്. മൈ ഇയേഴ്സ് വിത്ത് ഇന്ദിരാഗാന്ധി എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ PC അലക്സാണ്ടർ ആണ്. ഡോക്ടർ PC അലക്സാണ്ടർ. കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്ന കവി. കേരള ഏലിയറ്റ് എന്നറിയപ്പെടുന്നത് NN കക്കാടാണ്. NN കക്കാട്. കാർഷിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? കാർഷിക പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ട് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ബാണാസുര സാഗർ അണക്കെട്ട്. നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. നാണു ആശാൻ ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് ആണ്. ടാർട്ടാറിക് ആസിഡ് ആണ് വാളൻപുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോല നായ്ക്കന്മാർ. ചോല നായ്ക്കന്മാർ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപട്ടണത്താണ്. മസൂലിപട്ടണം. തമിഴ്നാട്ടിൽ C. രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? അപ്പോൾ തമിഴ്നാട്ടിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ C. രാജഗോപാലാചാരിയാണ്. C. രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ആര് എന്ന് ചോദിച്ചാൽ G. രാമചന്ദ്രൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായ വർഷം. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാപിതമായത്
1940 1940. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 50-ാമത്തെ വാർഷികത്തിൽ പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതിയാണ് 9-ാം പഞ്ചവത്സര പദ്ധതി. 9-ാം പഞ്ചവത്സര പദ്ധതി. കൽപ്പാത്തിപ്പുഴ ഏത് നദിയുടെ കൈവഴിയാണ്? കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ കൈവഴിയാണ് കൽപ്പാത്തിപ്പുഴ. കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയാണ് കൽപ്പാത്തിപ്പുഴ. കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തി, ഏക വ്യക്തി. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ ജീവചരിത്രമായ അറിയപ്പെടാത്ത EMS രചിച്ചത് അപ്പുക്കുട്ടൻ വള്ളിക്കുന്നാണ്. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രിയാണ്. ബോംഡില ചുരം ഏത് സംസ്ഥാനത്താണ്? ബോംഡില ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചലാണ്. അരുണാചൽ പ്രദേശിലാണ് ബോംഡില ചുരം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്? റെറ്റീനയിലാണ് പ്രതിബിംബം രൂപം കൊള്ളുന്നത്. മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം ഏതാണ്? മാംസ്യ സംശ്ലേഷണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന മൂലകം മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം. ഉത്തരാഖണ്ഡിലെ നൈനിത്താളിൽ ഉത്ഭവിക്കുന്ന നദി ഏത്? ഉത്തരാഖണ്ഡിലെ നൈനിത്താളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് രാംഗംഗ. രാംഗംഗ. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടം അറിയപ്പെടുന്നത്. ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ് ബുലന്ദ് ദർവാസ. ബുലന്ദ് ദർവാസ. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഒരു ഖരവസ്തുവിനെ ചൂടാക്കുകയാണ്, അപ്പോൾ അതെന്തു ചെയ്യുന്നു? നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഈ പ്രക്രിയയാണ് ഉത്പതനം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുവാൻ തുടങ്ങിയത് 1988 മുതലാണ്. 1988. കൊച്ചി സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരായിരുന്നു? കൊച്ചി സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. PPE കിറ്റുകളുടെ പൂർണ്ണരൂപം. PPE കിറ്റുകളുടെ പൂർണ്ണരൂപം പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കിറ്റ് എന്നാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് കിറ്റ്. ആദ്യത്തെ മലയാളിയായ ഒളിമ്പ്യൻ ആരാണ്? ആദ്യത്തെ മലയാളി ഒളിമ്പ്യനാണ് CK ലക്ഷ്മണൻ. CK ലക്ഷ്മണൻ. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ടയാണ്. ശ്രീഹരിക്കോട്ട. ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ സർവകലാശാല നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമാണ് അനൂസാറ്റ്. ഉപഗ്രഹത്തിന്റെ പേര് അനൂസാറ്റ്. ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത്. ഭരണഘടന നിയമനിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപാലാനിയാണ്. JB കൃപാലാനി. ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്നാണ്. ഭരണഘടന നിയമനിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24. 1950 ജനുവരി 24. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന.
ഇന്ത്യയുടെ ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഒരേ ദിവസമാണ് 1950 ജനുവരി 24. നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണെന്ന് കമന്റ് ചെയ്യുക. ദേശീയ പതാകയെ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് എന്നാണ്? കേരളത്തിൽ ഒന്നാം നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1-നാണ്. 1957 ഏപ്രിൽ 1. ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. ചടയമംഗലം. 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? 1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചത് SN അഗർവാൾ ആണ്. ശ്രീനാരായണ അഗർവാൾ. SN അഗർവാൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമറാണ്. ഫീമർ. ഇന്ത്യയുടെ പ്രഥമ ചാര ഉപഗ്രഹമായി അറിയപ്പെടുന്നത് ഏത്? ഇന്ത്യയുടെ പ്രഥമ ചാര ഉപഗ്രഹം ഏതാണ്? എമിസാറ്റ് ആണ്. എമിസാറ്റ്. ടൂറിസത്തെ വ്യവസായമായി കേരളം അംഗീകരിച്ച വർഷം ഏതാണ്? ടൂറിസത്തെ വ്യവസായമായിട്ട് അംഗീകരിച്ചത് 1986-ലാണ്. 1986. തീയരുടെ വക ഒരു മലയാള മാസിക എന്നറിയപ്പെട്ട മാസിക ഏതാണ്? തീയരുടെ വക ഒരു മലയാള മാസിക എന്നറിയപ്പെട്ട മാസികയാണ് മിതവാദി. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള. ഒരു ബാരൽ എത്ര ലിറ്ററിന് തുല്യമാണ്? ഒരു ബാരൽ എന്നത് 159 ലിറ്ററിന് തുല്യമാണ്. 159 ലിറ്റർ. കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ്? നൃത്തത്തിന്റെ പേരെന്താണ്? കണ്യാർകളി. കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല പാലക്കാടാണ്. പാലക്കാട്. 1941 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മഹാത്മാഗാന്ധി ആശ്രമം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? മഹാത്മാഗാന്ധി ആശ്രമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലാണ്. 1941 സ്ഥാപിച്ചത്. സ്ഥാപിച്ചത് ആരാണ്? ഗദർദാസ് TP ഗോപാലപിള്ളയാണ്. ഗദർദാസ് TP ഗോപാലപിള്ള. കഥ തുടരും ആരുടെ ആത്മകഥയാണ്? ആത്മകഥയുടെ പേര് കഥ തുടരും എന്നത് ആരുടേതാണ്? KPS ലളിതയുടെ ആത്മകഥയുടെ പേരാണ് കഥ തുടരും എന്നത്. കരിമുണ്ട ഏതിനം കാർഷിക വിളയാണ്? കരിമുണ്ട കുരുമുളകാണ്. കുരുമുളക്. എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത് ആരാണ്? എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ രചിച്ചത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ. വായുവിൽ പ്രതിധ്വനി കേൾക്കുവാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം? വായുവിൽ പ്രതിധ്വനി കേൾക്കുവാനുള്ള പ്രതിഫലന തലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ ദൂരം 17 മീറ്ററാണ്. 17 മീറ്റർ. കേരളത്തിൽ കൊക്കോ കൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ കൊക്കോ കൃഷിയിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത് എന്ന് കമന്റ് ചെയ്യുക. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി? ആധുനിക ഗാന്ധി ബാബ ആംടെയാണ്. ബാബ ആംടെ. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്താലാണ്? വിദ്യാഭ്യാസ വകുപ്പിന്റെ വിക്ടേഴ്സ് ചാനൽ പ്രവർത്തിക്കുന്നത് ഏത് ഉപഗ്രഹത്തിന്റെ സഹായത്താലാണ്? എഡ്യൂസാറ്റ് ആണ്. എഡ്യൂസാറ്റ്. അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റുന്ന ബാക്ടീരിയയാണ് റൈസോബിയം. കാർട്ടോഗ്രാഫി എന്ന ശാസ്ത്രശാഖ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാർട്ടോഗ്രാഫി ഭൂപട നിർമ്മാണമാണ്. ഭൂപട നിർമ്മാണം. ഏതിൻ്റെ കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ഏതിൻ്റെ കണ്ടുപിടുത്തമാണ് കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? ആവിയന്ത്രത്തിൻ്റെതാണ്. ആവിയന്ത്രം. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്? ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ.
കേരളത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലകൾ. കേരളത്തിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന ശിലകൾ കായാന്തരിത ശിലയാണ്. കായാന്തരിത ശില. കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ഏതാണ്? കേരളത്തിൽ നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ് സന്തുഷ്ടവാദി. തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോകമാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ. തൃശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോകമാന്യൻ എന്ന പത്രത്തിന്റെ പത്രാധിപർ കോറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കോറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ഡെക്കാണിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന മലമ്പാത ഏത്? ഡെക്കാണിലേക്കുള്ള താക്കോൽ അസിർഗഡ് ചുരമാണ്. അസിർഗഡ് ചുരം. മർമ്മമില്ലാത്ത രക്തകോശം ഏത്? മർമ്മമില്ലാത്ത രക്തകോശമാണ് ചുവന്ന രക്താണുക്കൾ. ചുവന്ന രക്താണുക്കൾ. ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ് മിറാൻഡ? മിറാൻഡ എന്നത് യുറാനസിന്റെ ഉപഗ്രഹമാണ്. യുറാനസ്. പെർട്ടുസീസ് എന്നറിയപ്പെടുന്ന രോഗം. പെർട്ടുസീസ്. വില്ലൻ ചുമയാണ് പെർട്ടുസീസ് എന്ന് അറിയപ്പെടുന്നത്. ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതലാകുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ. ഹൃദയമിടിപ്പ് 1 മിനിറ്റിൽ ശരാശരി 100-ൽ കൂടുതലാകുന്ന അവസ്ഥയാണ് ടാക്കികാർഡിയ. ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ദിവാൻ ആരാണ്? ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി രാജാ കേശവദാസനാണ്. രാജാ കേശവദാസൻ. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സൂര്യപ്രകാശത്തിൽ സപ്തവർണ്ണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. സൗരയൂഥത്തിൽ ശയന പ്രദക്ഷിണം നടത്തുന്ന ഗ്രഹം യുറാനസ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? തെർമോമീറ്റർ ഗലീലിയോയാണ്. ഗലീലിയോയാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. പൗരസ്ത്യ ദേശത്ത് ഇറ്റാലിയൻ എന്നറിയപ്പെടുന്ന ഭാഷ ഏത്? പൗരസ്ത്യ ദേശത്ത് ഇറ്റാലിയൻ എന്നറിയപ്പെടുന്നത് തെലുങ്ക് ഭാഷയാണ്. തെലുങ്ക്. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് പീലിക്കോട് പഞ്ചായത്താണ്. പീലിക്കോട് പഞ്ചായത്ത്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രകളാണ്. തന്മാത്രകൾ. വായ്പുണ്ണിന് കാരണമാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവാണ്? വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലമാണ് വായ്പുണ്ണിന് കാരണമാകുന്നത്. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏതു തരം ചലനമാണ്? ഒരു കല്ലിൽ ചരട് കെട്ടിയിട്ട് കറക്കുമ്പോൾ ആ കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് വർത്തുള്ള ചലനമാണ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ടസ്തരം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് പ്ലൂറയാണ്. പ്ലൂറ. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി ഭൂവൽക്കം. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ്. ഊർജ സംരക്ഷണ നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ. സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നറിയപ്പെടുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ് ഗ്ലാസ്. ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്. സോജില ചുരം ശ്രീനഗറിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള ശരീരഭാഗമാണ് കണ്ണിലെ ഐറിസ്. ജനനം മുതൽ മരണം വരെ ഒരേ വലിപ്പമുള്ള ശരീരഭാഗം കണ്ണിലെ ഐറിസ് ആണ്. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിന്റെ രാസനാമം. ബ്ലാക്ക് ബോർഡിൽ എഴുതുവാൻ ഉപയോഗിക്കുന്ന ചോക്കിന്റെ രാസനാമം കാൽഷ്യം കാർബണേറ്റ് ആണ്. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ആണ്. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് ലാറ്ററൈറ്റ് മണ്ണാണ്. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന മൂലകം. മെഴുകിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ലിഥിയം. കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം. കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം ബെൻസൈൽ ക്ലോറൈഡ് ആണ്. ബെൻസൈൽ ക്ലോറൈഡ്. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ചത് ടോൾസ്റ്റോയ് ഫാം ആണ്.
ദക്ഷിണാഫ്രിക്കയിലാണ് ടോൾസ്റ്റോയ് ഫാം. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു? മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? ഗുരുത്വാകർഷണ ത്വരണം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കാറ്റുവീഴ്ച എന്ന രോഗം ഏത് വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാറ്റുവീഴ്ച എന്ന രോഗം ബാധിക്കുന്നത് തെങ്ങിനെയാണ്. തെങ്ങ്. മിനറൽ ഓയിൽ എന്നറിയപ്പെടുന്നത്? മിനറൽ ഓയിൽ പെട്രോളിയമാണ്. അരുണരക്താണുക്കളുടെ അനിയന്ത്രിതമായ വർധനവ് മൂലമുണ്ടാകുന്ന അസുഖം? അരുണരക്താണുക്കളുടെ ഏതാണ്? പോളിസൈത്തീമിയയാണ്. പോളിസൈത്തീമിയ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ച ആദ്യ ഭാരതീയനാണ് AR റഹ്മാൻ. ഈ ക്ലാസ്സിൽ നമ്മൾ 100 ചോദ്യങ്ങളാണ് പഠിച്ചത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് 3 ചോദ്യങ്ങളാണുള്ളത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന്, അതുപോലെ ഏറ്റവും വലിയ ജില്ല. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.